ഇന്നൊരു താള് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ചേമ്പിൻ്റെ താള് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ ചീന്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. ഇപ്പം ചേമ്പിൻ്റെ തണ്ട് ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ടിനൊരു ചെറിയ ചൊറിച്ചിലുണ്ട്. ചില ചേമ്പിൻ്റെ തണ്ട് വല്ലാതെ ഇങ്ങോട്ട് ചൊറിയും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പിൻ തണ്ട് അരിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ പുളി കലക്കിയ വെള്ളം, അല്ലെങ്കിൽ മോരൊഴിച്ചിട്ട് ഒരു വെള്ളത്തിനകത്ത് മോരൊഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. എന്നിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ചൊറിയില്ല. ഇത് പുളി കലക്കിയ വെള്ളമാണ്. ഞാൻ ഇതിനകത്തേക്ക് ഈ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അതുപോലെ തന്നെ കയ്യിൻ്റെ ചൊറിച്ചിൽ പോകാൻ ഒന്നെങ്കിൽ നമ്മുടെ വാളംപുളി വെച്ച് ഉരച്ചാൽ മതി, അല്ലെങ്കിൽ ഈ തൈര് പുളിയുള്ള തൈരോ മോരോ വെച്ച് കഴുകിയാൽ മതി. ഇതൊരു 2 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്താൽ ഒട്ടും ചൊറിയില്ല. അപ്പോൾ ഞാൻ ചേമ്പിൻതാള് പുളിവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ഉള്ളിയും മുളകും ഒന്ന് ചതയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് വേണ്ടത്. ഇത്രയേ വേണ്ടുള്ളൂ. നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി ചേർക്കാം. പച്ചമുളക് ചതച്ചത് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ശരിക്കും നമുക്ക് താള് ചേർക്കാം. ഇളക്കാം. ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കാവൂ. കാരണം താള് വെന്ത് കഴിയുമ്പോൾ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി കുറയും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് വെച്ചാൽ മതി. ഉപ്പ് ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന്. ഇളക്കി മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ താളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒരു പണിയും കൂടി ഉണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ താള് കറി റെഡിയായി. ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താള് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് എല്ലാം കൂടി വഴറ്റിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതല്ലാതെ താളും ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും പുളിവെള്ളം ഉപ്പും കൂടിയിട്ട് വേവിച്ചിട്ട് വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്.